பழைய படம் எப்படி இருந்துச்சு? தலை திரும்பி வந்தாச்சா? தலை திரும்பி வந்தாச்சா? അജിത് സാറിന്റെ വമ്പൻ തിരിച്ചുവരവ് തന്നെയാണോ? വമ്പൻ തിരിച്ചുവരവ്, സൂപ്പർ, നല്ല സിനിമ, നല്ല സിനിമ. ഇതിനെ കണ്ടറിയാം, നന്നായിട്ട് പടം ആസ്വദിച്ചിട്ടുണ്ട്. നന്നായിട്ട് ആസ്വദിച്ചു. 2.5 മണിക്കൂർ എങ്ങനെ പോയെന്നേ അറിഞ്ഞൂടാ. സൂപ്പർ സൂപ്പർ, നന്നായിട്ട്. ആ വിടാമുയർച്ചയുടെ അതുപോലെയല്ല, ഇത് ഭയങ്കര ആക്ഷനും നല്ല സെന്റിമെന്റ്സും എല്ലാം ഉണ്ട്. സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല മോൻ ഇഷ്ടപ്പെട്ടോ പടം? ഇഷ്ടപ്പെട്ടോ? നല്ല പടമാണോ? അജിത് സാറിന്റെ ഫാനാണോ? അവനിങ്ങനെ അടങ്ങിയിരുന്ന സിനിമ തിയേറ്ററിൽ കാണാനേ ഇല്ല. ഇന്ന് സൂപ്പറായിട്ട് കണ്ടു. நல்ல சினிமா, நல்ல சினிமா. படம் எப்பா முடியலைங்க, சூப்பர் படங்க. ஆதிக்க ரவிச்சந்திரன் தலை திருப்பி வந்துச்சா? எங்க தலைனாலதாங்க படமே. தலை ஒன்றுனா ஜிவி பிரகாஷ்குமார், அதுக்கு மேலே பிஜிஎம் போட்டு எப்பா தெருக்கி விட்டாரு. கம்பேக்குங்க അജിത് കുമാർ, വേറെ ലെവൽ പടം. അതായത് ഒരു അജിത് ഫാൻ എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അതായത് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. മേക്കിംഗ് അടിപൊളിയാണ്. അതായത് ലോജിക് ഒന്നും നോക്കരുത്, എന്റർടൈനറാണ്, പക്ക എന്റർടൈനറാണ് പടം കേട്ടോ. അതായത് അസൈഡ് നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ കാണത്തില്ല, അതൊരു വില്ലൻ ആയാലും ഒരു ഹീറോ ആയാലും ആ ഒരു ഇൻട്രോ വരുന്ന ഒരു മാസ് ബിജിഎം, ആ ഒരു സ്ലോ മോഷനും ഫ്രെയിംസും എല്ലാം ഭയങ്കര, അതായത് ലാസ്റ്റ് മിനിറ്റ് വരെ നമുക്ക് നല്ല ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കിഡിലൊരു പടമാണ്. പടം വേറെ ലെവലാണ്, അടിപൊളിയാണ്. കുറേ നാളായി അജിത്തിൻ്റെ ഒരു പടം ഇങ്ങനെ ഫുൾ ആൻഡ് ഫാൻ ബോയ് പക്ക സാധനമാണോ? റെഫറൻസ് ആണ് ഫുള്ള്. പിന്നെ ഫുൾ സെലിബ്രേഷൻ മൂഡ് പടമാണ്. ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനറാണ്. പിന്നെ പക്ക അടിപൊളി പടമായിരുന്നു. ഫാൻസിന് വേണ്ടി ട്രീറ്റ് ആണ്. നല്ല പടമായിരുന്നു. പടം എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ തെറമാണ് സംഭവം. സീരിയസ്ലി പറയാലോ, എക്കിനെ കുറേ നാളിന് ശേഷം ലൈക്ക് ഈ ഒരു വിടാമുയർച്ച ചേരുന്നിരുന്നാലും ഒരു ഫൺ കൈൻഡ് ഓഫ് എക്ക് കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ക എന്റർടൈനർ ആയിരുന്നു. ഇറ്റ് വാസ്. നമുക്ക് മാർക്ക് ആന്റണി ഉണ്ടല്ലോ, ഇതിലെനിക്ക് കഥ എന്ന് പറഞ്ഞ വലിയ കാര്യങ്ങളൊന്നും തോന്നിയില്ല. ബട്ട് ഡയലോഗ് വൈസ് ആയിരുന്നിരുന്നാലും പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ പടത്തിൽ ഓരോരോ പഴയ പാട്ടുകളുണ്ട്. ഇഫ് യു ആർ ഫ്രം കേരള ആൻഡ് പണ്ടത്തെ പോലത്തെ ലൈക്ക് തമിഴിലുള്ള ഞാൻ ഐ എം ലിറ്ററലി ഫ്രം കന്യാകുമാരി. ഞാൻ കന്യാകുമാരി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തമിഴ് മീമൊക്കെ അറിയാം. സോ മീം റെഫറൻസും അതേപോലെ പാട്ടുകളും പഴയ വിൻറ്റേജ് പാട്ടുകളും എടുത്തിട്ടിരിക്കുന്ന ടൈമിങ്സും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അജിത്തിനെ കുറേ കാലത്തിന് ശേഷം ഞാൻ കുറച്ച് നൈസായിട്ട് കണ്ടു. അടിപൊളിയായിരുന്നു. കുറേ നാളെ ശേഷം എൻജോയ്മെൻറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. അവൻ്റെ റിലാക്സ് ടൈപ്പ് മൂവിയാണ്. റിലാക്സ്. നമുക്ക് കൊടുക്കുന്ന പൈസ എൻ്റർടൈൻമെൻ്റ് ആണ്. കൊടുക്കുന്ന പൈസ നമുക്ക് മുതലാവും. சூப்பராக படம் வேற மாதிரி. குமாரന്റെ വമ്പൻ തിരിച്ചുവരവാണ്. வேற மாதிரி செம்ம சீன், செம்மையா இருந்துச்சு. ஏகே விண்டேஜ் ஏகே அது பயங்கரம், வேற ലെവൽ ബ്രോ. രക്ഷയില്ല. ഞാൻ വിജയ് ഫാനാണ്, പക്ഷെ തീർത്ത് നല്ല പടം. പക്ക എന്റർടൈനറാണ്. പക്ക എന്റർടൈനർ. നമുക്ക് തിയേറ്ററിൽ പൈസ എടുത്ത് കാണാൻ പറ്റും. നമ്മൾ കഥയാണെങ്കിൽ അധികം ഇല്ല, പക്ഷെ അജിത്തിന്റെ പെർഫോമൻസ് മറ്റേ ആവേശ സിനിമ പോലെ. അജിത്ത് തലയറിയല്ലേ, തലയെടുത്ത് വെച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങ് അടി ഫുള്ള് തലയുടെ പടത്തിന്റെ റെഫറൻസ്. ഒരു തലവതി ഫാൻ ഇരിക്കുവരെ ഇങ്ങനെ എണീച്ച്. ഒരു ഫാൻ ബോയ് ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു അങ്ങനെ നിരീക്ഷപ്പെടുത്തില്ല. കാരണം അദ്ദേഹം അജിത് ഫാൻ ആയതുകൊണ്ട് കുറേ അജിത് റെഫറൻസുകൾ. അത് മാത്രമല്ല സെക്കൻഡ് ഹാഫിൽ ഒരു സീനുണ്ട്, കുറേ സീൻസ് ഉണ്ട്, അത് സ്പോയിലായി പോകും. അടിപൊളിയായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് ആ സീൻസൊക്കെ. ഒരു ഫാൻ ബോയ് സംഭവമായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. നമുക്ക് അടിച്ചു പൊളിച്ച് തന്നെ അങ്ങ് അടിച്ച് കാണാം. മാർക്ക് ആന്റണി വൈബാണ് പടം. കുറേ അങ്ങനെ ഉണ്ടായിരുന്നു. GPU ഗോഡ് പ്ലസ് യു സൂപ്പർ. കുമാറിന്റെ വിടാമുയർച്ച അത്ര ഹിറ്റ് ആയില്ല. അതിനെങ്ങാനും എപ്പുറം പക്ക എന്റർടൈനർ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കലകലപ്പ് കിളികലപ്പ് അത്രേ ഉള്ളൂ. പടം അടിപൊളി. ടൈം പോകാൻ വേണ്ടി படம் தலை வந்திருக்காரு வேற லெவல். பழைய தலை என்ன சொல்றது, அட்டகாசம், அமர்க்களம், வரலாறு, ஆரம்பம் எல்லாம் இருக்கு. பட் நீங்க தமிழ் படம் இருக்குன்னு எதிர்பார்ப்பீங்க. பல சம்பவம் நான் சொன்ன எல்லாம் ஸ்பாயில் ஆயிரும். நான் வந்து பார்த்தப்ப இதே மாதிரி இருந்துச்சு, அதே மாதிரி ஆடியன்ஸும் பார்க்கணும்னு ஆசைப்படுறேன். அதனால வேற லெவல். மொத்தம் தலை திருப்பி முதலே வந்து அவ்வளோ படமும் மொத்தமாக கொண்டு வந்தோம். ஒரே காலமாயிடுச்சு இப்படி ஒரு படம் ரிலீஸ். மொத்தமாக அமர்கலம், அட்டகாசம், சிட்டிசன் எல்லா படத்துல மொத்தமாக பார்த்த மாதிரி ஒரு ஃபீல். ரெஃபரன்ஸ் வச்சிருக்காரு. சூப்பராக இருந்துச்சு. ரொம்ப இஷ்டப்பட்டோம். படம் எப்படி இருந்துச்சு? நல்லா இருந்துச்சா? ஹாப்பி.